ഹലോ മക്കളെ, പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീടിന്റെ ചുറ്റുപാടെല്ലാം ഒന്ന് ഇറങ്ങിക്കാണാൻ വിചാരിച്ചു. പുറത്ത് ചെയ്യുമ്പോൾ ഉണ്ടാ രണ്ട് ലബനീസ് കോഴികൾ തമ്മിൽ ഡിങ്കോൾഫി. ഇനി നമുക്ക് വീടിന് ചുറ്റുമുള്ള അച്ഛന്റെ ചെറിയ ചെറിയ കലാവിരുദ്ധകൾ കാണിക്കുക. അതിന്റെ മെയിൻ ഒന്നാണ് നമ്മളെ കുരുമുളക് കൃഷി. ഇത് പിന്നെ ഞാൻ നട്ട നാരങ്ങയിൽ പിന്നെയും നാരങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ അമ്മേന്റെ കലാവിരുദ്ധമാണ് കേട്ടാ. ഞാൻ ഏടിയും ഇതുവരെ കാണാത്ത തരം പുഷ്പങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇതിപ്പോ മൊട്ടാന്ന് കേട്ടാ. വലുതായിട്ട് പൂവായിട്ടം എങ്ങനെയുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പാരിജാതം പിന്നെ എല്ലാവർക്കും അറിയുന്നത്. വലിയ പൂന്തോട്ടമൊന്നും ഇല്ല കേട്ടാ, പക്ഷെ ഇല്ലതെല്ലാം യൂണീക്ക് പീസാണ്. ഇതെന്തിയെന്ന് എനിക്കും അറിയില്ല കേട്ടോ, ഏത് ചെടി. പിന്നെ ഈ സാരിയെല്ലാം ഇട്ട് പോയി വെച്ചത് പയർ കൃഷിയാണ് കേട്ടോ. പിന്നെ വലുതായി കഴിഞ്ഞാൽ പിന്നെ 2-3 മാസത്തേക്ക് പയർ കയറി തന്നെ ആയിരിക്കുമ്പോൾ നിലത്ത് ഇങ്ങനെ കാട് പിടിച്ചാണൊക്കെ പടം നടക്കുന്നത് മധുരക്കിഴങ്ങ്. പിന്നെ അച്ഛന് പണ്ടേയിലൊരു ഹോബിയാണ് വാഴാണ്ടൽ. അങ്ങനെ ഒരു 4-5 കുഴി ഒഴിച്ചിട്ട് വാഴ നട്ടിട്ടുണ്ട്. ഇതെന്തിന്റെ ചെടിയെന്ന് എനിക്കും അറിയില്ല. വാഴേന്റെ ഇലേന്റെ എല്ലാം ഒരു ചെറിയ കട്ടുണ്ടല്ലേ, വാഴക്ക് ക്രോസ് ആയിട്ടുണ്ടായത് ഒരു വലിയ ചെടിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. പിന്നെ ഒരു ലോഡ് പപ്പങ്ങായി പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പകുത്തിട്ട് വേണം ഡെയിലി ഷെയ്ക്ക് ആക്കി കുടിക്കാൻ. 2 കൊല്ലം പെട്ടെല്ലാം വാഴക്കൊലാറിന് വലിയ മൈൻഡ് ഇല്ലാത്ത സംഭവമായിരുന്നു. പിന്നെ ബാംഗ്ലൂർ പോയിട്ട് 20 റുപ്യക്ക് ഒരു വാഴപ്പഴം തിന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലായി വാഴയും വാഴക്കൊലയൊന്നും നമ്മ വിചാരിച്ച കണക്ക് ചില്ലറക്കാരല്ല. ഇത് വീട്ടിന് ചുറ്റുമില്ലൊരു ചെറിയ പോഷൻ കൃഷി മാത്രമാണ് കേട്ടാ. റോക്കി ബൈരെ KGF പോലെ ഭാസ്കർ ബൈരെ KGF ആണെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. വീട്ടിൽ പോയി നോക്കുമ്പോൾ ഫുട്ബോൾ തലയിൽ വെച്ചിട്ട് അച്ഛൻ നിൽക്കുന്നു. ചോദിക്കുമ്പോൾ പറഞ്ഞ് തലക്ക് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ചാക്ക് പൊറുക്കാനുണ്ട്. അപ്പോൾ ശരിയെന്നാ.